മനുഷ്യരെ ഹിപ്നോട്ടിസം ചെയ്യുന്ന പല വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മൃഗങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഇന്ന് ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഒരു കാക്കനെ കിട്ടിയാൽ ഇവിടെ കൂടി പറഞ്ഞ നമ്മളെ താറാൻകുട്ടിക്ക് ഒന്ന് കിടന്നു വെച്ചാൽ ഞാൻ അടുത്ത് ഞാൻ ഈ തടുക്കെ കൊണ്ട് കിടത്തി ഒന്ന് ഹിപ്നോട്ടിസ് ചെയ്ത് കുറെ നേരം കിടത്തി പുള്ളിനെ. അപ്പൊ എന്നിട്ട് അത് കിടത്തി പറന്നൊക്കെ പോയി. അപ്പൊ ആൾക്കാർ പറഞ്ഞത് തട്ടിപ്പാണ്, അങ്ങനെയൊന്നും കിടത്താൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. ആദ്യം ആന്റപ്പനെ മലത്തിൽ കിടത്തും. ആന്റെ ഇപ്പൊ ഇങ്ങനെ കിടന്ന് കാണിക്കും. കുറച്ചു റെഡിയായി പോകും. ഇതേണ്ടോ അവനി മറ്റേവന്റെ സൗണ്ട് കേട്ടാ ഇവനി ഇണക്കി വളർത്തുന്നത് നിങ്ങൾ ഉറക്കാനാ പാടല്ലേ താനെ അല്ലേടാ? മറ്റേവന്റെ സൗണ്ട് കേട്ടാ ഇതിന്റെ കൂടെയുള്ള. ഓക്കെ, ഏതാണ്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇടാ. ആന്റെ ഉറങ്ങുകയാണ്, ആന്റെ ഉറങ്ങുകയാണ്, ആന്റെ ഉറങ്ങുകയാണ്. അലമ്പുണ്ടാക്കല്ലോ. ഇവന്റെ ഇഷ്ടയിലൊന്നും തോന്നണേ ഏതാണ് നിന്നെ നാട്ടിക്കുന്ന. ഞാൻ ഉറക്കും, എനിക്കറിയാം. പക്ഷെ അവനെ അപ്പുറത്തെ ദാസം കിടന്ന് വെച്ചെടുത്തിരിക്കണം അല്ലേ? അവന്റെ ശ്രദ്ധ പോണ്. അന്റെ ചെറിയ വൈബ്രേഷൻ കൊടുത്തവൻ നെഞ്ച് പൊട്ടിയാ ഒരുവിധപ്പെട്ട എല്ലാ പക്ഷികളോടെ ഇങ്ങനെ മലന്ന് കിടന്ന് ശീലമില്ലാത്ത ഒരുവിധപ്പെട്ട പക്ഷികളെല്ലാം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങും കേട്ടാ. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ. അത് ശരിക്കും നമ്മൾ ഇണക്കി വളർത്തണത് നിങ്ങളെയാണ് പാട് കൂടുതൽ. അല്ലാണ്ട് പെട്ടെന്ന് ഒരെണ്ണം കയ്യിൽ കിട്ടിയ ഒരെണ്ണത്തിന് നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊരു മാടത്തെ ഉണ്ടായിരുന്നു. ആ മാടത്തേനെയൊക്കെ നമ്മളങ്ങനെ അബദ്ധവശാൽ കണ്ടിട്ടുള്ളതാണ്. മാടത്തെ ഇങ്ങനെ വന്ന് അബദ്ധവശാൽ മലന്ന് കിടന്നപ്പോൾ അത് അവിടെ തന്നെ കിടന്നു. പിന്നെ അത് നമുക്ക് അങ്ങനെ ഒരു അറിവ് അതിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് സത്യം. ആ അറിവ് ഇപ്പൊ ഏതാനും ഉണ്ട് അല്ലേ താനെ? നമ്മൾ എന്തോരം ജീവികളെ ഇങ്ങനെ തുടക്കണമെന്നറിയാം. ആ ഓക്കെ, നീ പ്രൊഫഷണല്ല. കയ്യിൽ കിട്ടിയ പിന്നെ ചില പക്ഷികളുണ്ട് ഇങ്ങനെ തലയിട്ട് വെട്ടിച്ചോണ്ടിരിക്കുന്ന പക്ഷികൾ. അതിനെ പെടാ. നീ തലയെ തോണ്ടാൻ പോയിട്ടാ? ഞാൻ തോണ്ടാൻ പോയിട്ടൊന്നുമല്ല. എന്നാ ചെയ്യെങ്കിൽ ഇത് മിക്കവാറും ഇന്ന് പറഞ്ഞത് തള്ളിയത് മുഴുവൻ വിഴുങ്ങേണ്ടി വരും നമ്മള്. കണ്ടോ? ഞാൻ ഇനി ചെറിയ കണ്ടിക്കാൻ കാലൊക്കെ തളർന്നു വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നീ ഉറങ്ങുകയാണ്, നീ ഉറങ്ങുകയാണ്. ഇത് നീ അപ്പിടുകയാണെന്ന് പറയേണ്ടി വരും. നീ അപ്പിടുക, നീ ഉറങ്ങുകയാണ്. ഇത് പോട്ടാ, ആന്റപ്പൻ പോട്ടാ. അടുത്തവനെ പിടിച്ചിട്ടോ. ആന്റപ്പൻ അവിടെ രക്ഷയില്ല. അത് ആസന ശല്യക്കാരനാണ്. ഇതിനെ കൊണ്ട് വിടും. അടുത്തത് ഞങ്ങള് ശോശാമേനായിട്ടാ കൊണ്ടുവന്നേക്കണത്. ഇവിടെ വെച്ചിട്ടുണ്ട്. ശോശാമേനെ ഏതാനും ഇച്ചിരി പേടിയാണ്, അതാണ് ഞാൻ എടുത്തേക്കണത്. ശോശാമേനെ എങ്ങനെ ഉറക്കാൻ പോണേ നോക്കട്ടെ. ശോശാമേനെ വേറൊരു ശക്തിയുണ്ട്. അത് ഞങ്ങൾക്ക് ഉറപ്പില്ലട്ടാ. അത് ശരിയാണട്ടാ. നമ്മുടെ ശോശാപ്പനായി പോയി ഗൈസ്. ശോശാപ്പ ഉറങ്ങടാ, ഉറങ്ങുകയാണ് ശോശാപ്പ. നീ ഞങ്ങൾ ശോശു എന്ന് വിളിക്കും. ശോശു അടുപ്പിച്ചോണ്ടി വിളിക്കും ശോശുവിനെ. ശോശു ആളിത്തിരി ഭയങ്കരന. കയ്യെന്ന് വിട്, 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 കയ്യെ തുടരുത്. ശോശു നീ ഉറങ്ങുകയാണ്, നീ ഉറങ്ങുകയാണ് ശോശു. ശോശു ആ കണ്ണടച്ചോ, കണ്ണടച്ചോ. കണ്ടാ കണ്ടാ, ശോശു ഉറങ്ങി തുടങ്ങി. ഒരു കൗതുകം ഉണർത്തുന്ന വീഡിയോ അല്ലേ? കണ്ടപ്പോൾ അത്ഭുതം തോന്നിയില്ലേ? എങ്ങനെ അവൻ ഇതിനെ മെരുക്കി കിടത്തിയെന്ന്, അതും ഒരു കുട്ടിക്ക് എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലിപ്പോൾ വിചാരിച്ചില്ലേ? പക്ഷിയെ മെരുക്കി ഉറക്കുന്ന ഈ വീഡിയോയും ഇതിലെ കുഞ്ഞു താരവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. You are watching India's first NGO television, Malanadu TV India.